നമ്മോടൊപ്പം. ആദ്യ കുർബാനയായി ഞങ്ങൾ തന്നാദ്യ കുർബാനയായി അപ്പത്തിൽ വാഴും ഈശോയെ സ്വീകരിക്കാൻ, നാവിൽ സ്വീകരിക്കാൻ ഞങ്ങളിതാ ഒരുങ്ങിടുന്നു. ആദ്യ കുർബാനയായി ഞങ്ങൾ തന്നാദ്യ കുർബാനയായി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കളും ഉറക്കെ ഒന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? സന്തോഷമാണല്ലേ? നിങ്ങളുടെ മുഖം കാണുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം എന്താണെന്നറിയാവോ? നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് ഒരു പ്രത്യേക ഗ്രേസ് ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് ദിവികാരുടെ കുർബാന സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയല്ലേ, അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ മുഖത്തിന് ഇത്ര ഗ്രേസ് അല്ലേ? ചിലരൊക്കെ കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്നുള്ള സമ്മതമാണെന്ന് സിസ്റ്റർ വിചാരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ, ദിവ്യകാരുണ്യമായ ഈശോയെ സ്വീകരിക്കാൻ, ജീവൻ്റെ അപ്പമായ ഈശോയെ സ്വീകരിക്കാൻ ഏറ്റവും പ്രാർത്ഥിച്ച് ഒരുങ്ങി പഠിച്ച് നമ്മൾ തയ്യാറാകുന്ന ദിവസങ്ങളാണല്ലേ? അതിൻ്റെ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തുണ്ട്. ഈശോയെ സ്വീകരിക്കാൻ സന്തോഷമാണോ? സന്തോഷമല്ലേ? എല്ലാവരും കൈ ഉയർത്തിയോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ് അല്ലേ? അതിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരുപാട് നന്നായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരുക്കണം. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകാനാണെങ്കിൽ എന്തെല്ലാം ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? പുതിയ ഉടുപ്പ് നമ്മൾ വാങ്ങിക്കും, പുതിയ ഷൂ വാങ്ങിക്കും, പിന്നെ നന്നായി മേക്കപ്പൊക്കെ ചെയ്യും, മുടിയൊക്കെ നല്ല വൃത്തിയിൽ നമ്മൾ ചികിമിനിക്ക് നല്ല വൃത്തിയാക്കും, മുഖത്ത് അല്പം പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദരികളായ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നത് അല്ലേ? ഇത് നമ്മുടെ ഭാഗ്യമായ ഒരുക്കം അല്ലേ? അപ്പം ഇതിനേക്കാൾ വലുതായിട്ട് ദൈവം തന്നെയായ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി എന്തുമാത്രം നന്നായിട്ട് നമ്മൾ ഒരുങ്ങണം അല്ലേ? അതിനുള്ള അവസരങ്ങളാണ് ഈ ദിവസങ്ങളിലായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു പ്രത്യേക ദാഹം ഉണ്ടായിരിക്കണം. എന്താണെന്നറിയാവോ? ഏറ്റവും നന്നായിട്ട് ദിവ്യകാരുണ്യ ഈശോയെ ഞാൻ സ്വീകരിക്കും, ഏറ്റവും നന്നായിട്ട് എൻ്റെ ഈശോയെ ഞാൻ സ്വന്തമാക്കും. ആ ഒരു ദാഹം മക്കളുടെ എല്ലാവരുടെ മനസ്സിലുണ്ടാകണം. ആരും റെഡി? യെസ്, എല്ലാവരും റെഡിയാണല്ലേ? അപ്പം നമ്മൾ ഇന്ന് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം അല്ലേ? നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങണം. ഇന്ന് നമ്മൾ വാവാ യേശുനാഥ എന്നുള്ള ഗാനം ആലപിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുക. അപ്പം മക്കളെല്ലാവരും കൈകൾ കൂട്ടിപ്പിടിക്കണം, കണ്ണുകൾ അടയ്ക്കണം, ഈശോയെ മനസ്സിലോർക്കണം. നമുക്ക് ഈ ഈരടികളോട് ചേർന്ന് പാടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഏറെ ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചല്ലേ? ഈശോ നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ഇനി ഈശോ നമ്മുടെ കൂടെ ഇരുന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ആദ്യത്തെ ദിവസം നമ്മൾ കുരിശ് വരയ്ക്കാൻ വേണ്ടി ഹെലൻ സിസ്റ്റർ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? കുരിശ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ ജസ്റ്റിന സിസ്റ്റർ നമ്മളെ എന്ത് പഠിപ്പിച്ചു? കൂദാശകളെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു തന്നു. എത്ര കൂദാശകളുണ്ടെന്നാണ് മക്കൾ പഠിച്ചത്? എല്ലാവരും മിടുക്കരാണല്ലോ. എല്ലാവരും വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്. എത്ര കൂദാശകളാണ്? 7 കൂദാശകൾ. അതിൽ ആദ്യത്തെ കൂദാശ ഏതാ?
മാമോദീസ. ആ മിടുക്കർ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. ശരിക്കും ഈശോയെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങുന്നുണ്ടേ. സിസ്റ്ററിന് ഉറപ്പായി ഇപ്പം. അപ്പം എല്ലാവർക്കും സിസ്റ്ററിൻ്റെ കൺഗ്രാജുലേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ കൂദാശ മാമോദീസ അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 3-ാം അധ്യായം 3-ാം പാഠത്തിലെ മാമോദീസ എന്ന കൂദാശയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആര് റെഡി? യെസ്, എല്ലാവരും റെഡിയാ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ദിവ്യകാരുണ്യമായി ഈശോയെ സ്വീകരിക്കാൻ ആന്തരികമായിട്ട് നമുക്ക് എന്തേലും ഒരുങ്ങാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഒരുങ്ങണം. അതിൻ്റെ ഒന്നാമത്തെ പടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നന്നായിട്ട് അറിവുള്ളവരായിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്, സ്വീകരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിവുള്ളവരായിരിക്കണം. അതിന് നമുക്ക് ഈ 1-ാമത്തെ കൂദാശയായ മാമോദീസയെക്കുറിച്ച് നന്നായി പഠിച്ച് നമുക്ക് ഒരുങ്ങാം അല്ലേ. അപ്പം നമ്മളൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഭവനത്തിൽ അല്ലേ. നമ്മൾ ഭവനത്തിലായിരിക്കുന്നതിന് കാരണം എന്താ? ഈശോ നമുക്ക് തന്ന നമ്മുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് ജന്മം ലഭിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കുടുംബത്തിൽ, ഒരു ഭവനത്തിൽ നമ്മൾ അംഗങ്ങളായിരിക്കുക. നോക്കിയേ, ഭവനത്തിൽ, നമ്മുടെ വീട്ടിലെ, ഈ ഭൂമിയിലുള്ള ഭവനത്തിലെ അംഗങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളായ നമ്മൾ, പിന്നെയോ നമ്മളിലെ സ്വർഗമാകുന്ന ഭവനത്തിലെ അംഗങ്ങൾ കൂടിയാണ്. അതായത് നിങ്ങൾക്കറിയോ, നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ഭവനമായ സ്വർഗം എന്ന ഭവനത്തിലെ അംഗങ്ങൾ കൂടി നമ്മൾ ആയിത്തീരുക. നോക്കിക്കേ, മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ സ്വർഗമാകുന്ന ഭവനത്തിലെ അംഗങ്ങളായിട്ട് നമ്മൾ തീരുന്നു. ഇനി നമ്മൾ മാമോദീസ എന്താണെന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോവുക. നമ്മളൊക്കെ മാമോദീസ സ്വീകരിച്ചവരാണോ? സിസ്റ്റിന്റെ മുമ്പിലിരിക്കുന്ന, സിസ്റ്റിനെ കേൾക്കുന്ന, സിസ്റ്റിനെ കാണുന്ന കുഞ്ഞുമക്കൾ എല്ലാവരും മാമോദീസ സ്വീകരിച്ചവരാണോ? മാമോദീസ സ്വീകരിച്ചവരാ അല്ലേ? എല്ലാവരും സിസ്റ്റിനെ കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്. മാമോദീസ സ്വീകരിച്ചവരാണ്. അപ്പം നമ്മൾ മാമോദീസ സ്വീകരിച്ച് നമ്മൾ ആരുടെ മക്കളായി തീരുക? ദൈവത്തിൻ്റെ മക്കൾ, ഈശോയുടെ മക്കളായിട്ട് തീരുക. നമ്മൾ മാമോദീസ സ്വീകരിച്ച് എങ്ങനെയാണെന്ന് വലിയ ഓർമ്മയുണ്ടോ? ഇല്ലല്ലേ. വെള്ള ഉടുപ്പൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റുമായിരുന്നോ? ഇല്ലല്ലേ. നമ്മൾ കരഞ്ഞൊക്കെ ആയിരിക്കാം ചിലപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് മാമോദീസയുടെ ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് കാണാം. എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ. വീഡിയോ കണ്ടോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങൾ ഇതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ വെല്ലുമിച്ചിയുടെ ഒക്കെ കയ്യിൽ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ കിടക്കുന്നുണ്ടല്ലേ. പക്ഷെ നമ്മൾ നല്ല വെള്ളം ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കി ആ വീഡിയോയിൽ ആ കുഞ്ഞുബാവ മാമോദീസ കിട്ടുന്ന സമയത്തൊക്കെ അത് കരച്ചിലായിരുന്നു. പക്ഷെ മാമോദീസ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ചിരിക്കുന്ന മുഖത്തോടെ നോക്കിയ ഒരു കുഞ്ഞുബാവനെ നമ്മൾ കണ്ടില്ലേ? കണ്ടു അല്ലേ? അച്ഛൻ നമുക്ക് എന്ത് ചെയ്തു? നമ്മുടെ നെറ്റിയിൽ കുരിശടയാളം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കുരിശടയാളം വരച്ച് നമ്മളെ മാമോദീസ നൽകി അല്ലേ? നമുക്ക് വിശുദ്ധ ജലം നമ്മുടെ തലയിലൊഴിച്ച് നമ്മളെ ശുദ്ധിയുള്ളവരാക്കി. അങ്ങനെ നമ്മൾ മാമോദീസ സ്വീകരിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ മാമോദീസ എന്നുള്ളത് ശരിക്കും നമ്മൾ അങ്ങ് പഠിക്കാൻ പോവുക. റെഡിയല്ലേ എല്ലാവരും? ശ്രദ്ധിച്ചിരിക്കണം, സിസ്റ്ററിനെ നോക്കിയിരിക്കണം. നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണേ. നമ്മുടെ പുസ്തകത്തിലുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. ജന്മപാപത്തിൽ നിന്നും കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾക്ക് മോചനം നൽകി ദൈവമക്കളും സഭാംഗങ്ങളും സ്വർഗത്തിൻ്റെ അവകാശികളുമാക്കി തീർക്കുന്ന കൂദാശയാണ് മാമോദീസ. വലുത് മനസ്സിലായോ മക്കൾക്ക്? ഒന്നും കൂടെ സിസ്റ്റർ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം, നോക്കിക്കോണം. ജന്മപാപത്തിൽ നിന്നും കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് മോചനം നൽകി ദൈവമക്കളും സഭയുടെ അംഗങ്ങളും സ്വർഗത്തിന് അവകാശികളുമാക്കി തീർക്കുന്ന കൂദാശയാണ് എന്ത്?
മാമോദീസ. മിടുക്കര് പഠിച്ചോ? എല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ചോണേ. ഇനി ഈ മാമോദീസയുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ കുറേ അനുഗ്രഹങ്ങൾ ഈശോ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹങ്ങളാണ്, നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ മക്കളായി മാറും. ഹായ്, സന്തോഷമല്ലേ എല്ലാവർക്കും? നമ്മൾ ദൈവത്തിൻ്റെ ആരുടെ മക്കളായി തീരും? മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി തീരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്വർഗത്തിന് അവകാശികളായി തീരും. അതായത് നമുക്ക് സ്വർഗം ഉറപ്പാണ്. മക്കൾ ഉറപ്പിച്ചാണ് മാമോദീസയിലൂടെ നമുക്ക് എന്ത് കിട്ടും? സ്വർഗത്തിന് നമ്മൾ അവകാശികളായി തീരും. മൂന്നാമത്തെ കാര്യം, മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടും. നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നന്മ ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ആരാ? പരിശുദ്ധാത്മാവ്. അപ്പം മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ ഓരോ കുഞ്ഞിനും പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റു കൂദാശകൾ സ്വീകരിക്കാൻ നമ്മൾ യോഗ്യരാക്കി തീർക്കും. ബാക്കി എത്ര കൂദാശകളുണ്ട്? ബാക്കി 6 കൂദാശകളുണ്ടല്ലേ? അപ്പം നമ്മൾ ആദ്യം സ്വീകരിക്കുന്ന മാമോദീസയിലൂടെ മറ്റു കൂദാശകൾ സ്വീകരിക്കുവാൻ നമ്മൾ യോഗ്യരാക്കി തീർക്കുന്നത് ഏത് കൂദാശയിലൂടെയാണ്? മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മൾ സഭയിലെ അംഗങ്ങളാകും. തിരുസഭയിലെ അംഗങ്ങളായി തീരും. ഇനി നമ്മളെ ആർക്കും മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. നമ്മൾ തിരുസഭയിലെ അംഗങ്ങളാണ്. എപ്പോൾ മുതൽ? മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ. ഒപ്പം തന്നെ വലിയൊരു അനുഗ്രഹം ദൈവം നമുക്ക് തരുന്നുണ്ട്. എന്താണെന്നറിയാവോ? നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടും. അതായത് നമ്മൾ എന്താ പഠിച്ചേ? ജന്മപാപമുണ്ടെങ്കിൽ അതും, അതെന്താണെന്ന് നമ്മളിനി അടുത്ത നിമിഷം പഠിക്കും. കർമ്മപാപമുണ്ടെങ്കിൽ അത് നമ്മൾ സിസ്റ്റർ പഠിപ്പിച്ചു തരും. അതും നമ്മളിൽ നിന്നും മാറ്റപ്പെടും. ഏത് കൂദാശയിലൂടെ? മാമോദീസയിലെ കൂദാശയിലൂടെ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? സിസ്റ്റർ ഒന്ന് കൈയടിച്ച് കാണിച്ചേ. മിടുക്കര് എല്ലാവരും സിസ്റ്ററിനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സിസ്റ്ററിന് മനസ്സിലായി. അപ്പം നമ്മൾ ഈ മാമോദീസയിലൂടെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി തീരുകയാണ്. അതുപോലെ തന്നെ മാമോദീസയിലൂടെ വേറെ അനുഗ്രഹം നമുക്ക് തരുന്നുണ്ട്. എന്താണെന്നറിയാവോ? ആദ്യ മാതാപിതാക്കള് ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തു ഇല്ലേ? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അവർ അകന്നുപോയി. അവരുടെ അപ്പച്ചനാരായിരുന്നു? ദൈവമായിരുന്നു അല്ലേ? ദൈവമായിരുന്ന അപ്പച്ചനെ അപ്പ എന്ന് വിളിക്കാൻ, പിതാവേ എന്ന് വിളിക്കാനുള്ള അനുഗ്രഹം ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേടിലൂടെ ഏദൻ തോട്ടത്തിൽ വെച്ച് അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള അനുഗ്രഹം നഷ്ടപ്പെട്ടു. പിന്നെ ഇത് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നതെന്നറിയാവോ? നമുക്ക് മനസ്സിലാക്കാൻ ഈശോയുടെ മാമോദീസ നമുക്കൊന്ന് കാണാം. ഇപ്പം നമ്മളൊരു കൊച്ചു വീഡിയോയിലൂടെ ഈശോ മാമോദീസ സ്വീകരിക്കുന്നത് നമ്മൾ കാണുക. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. വർഷങ്ങൾ കടന്നുപോയി. യേശു വളർന്നു. അതിനിടെ മറിയത്തിന്റെ സഹോദരി പുത്രനായി യോഹന്നാന് ദൈവവിളി ലഭിച്ചു. അയാൾ യോർദാൻ നദിയിൽ ആളുകൾക്ക് സ്നാനം കൊടുക്കുകയായിരുന്നു. നിങ്ങളുടെ തിന്മമാർഗങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ദൈവത്തെ അനുസരിക്കുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കരുണയ്ക്കായി അപേക്ഷിക്കുക. ഗുരു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കുക. 2 കുപ്പായങ്ങളുള്ളവൻ ഒന്നുമില്ലാത്തവൻ 1 കൊടുക്കുക. വിശക്കുന്നവരുമായി നിങ്ങൾക്കുള്ള അപ്പം പങ്കുവെക്കുക. നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം മാറ്റിവെക്കുന്നത് കുറ്റമാണ്. ഗുരു, ഞാനൊരു ചുങ്കം പിരിക്കുന്നവനാണ്. ഞാൻ രക്ഷ പ്രാപിക്കുമോ? നിയമം അനുശാസിക്കുന്നതിൽ കൂടുതൽ മേടിക്കരുത്. കൈക്കൂലി വാങ്ങരുത്. എന്നാൽ എന്നെക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്. എനിക്ക് മുൻപേ അവൻ ഉണ്ടായിരുന്നു. അവൻ നിങ്ങളെ വെള്ളം കൊണ്ടല്ല ജ്ഞാനസ്നാനം ചെയ്യുക, പരിശുദ്ധാത്മാവിനെ കൊണ്ടായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. അവന്റെ ചെരുപ്പുകളുടെ വാറടിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ പ്രവചിച്ചതുപോലെ യേശു താഴ്വരയിലെത്തി. യോഹന്നാന്റെ പക്കൽ യേശുവിനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ യോഹന്നാൻ അവൻ തന്നെയാണ് മിശിഹ എന്ന് മനസ്സിലാക്കി. ഇത് യേശുവല്ലേ? യേശു എന്തിനാണ് എൻ്റെ പക്കലേക്ക് വരുന്നത്? പാപങ്ങളോ കളങ്കങ്ങളോ ഇല്ലാത്തവനാണവൻ. എന്തിനാണ്? യോഹന്നാനെ, എനിക്ക് സ്നാനം നൽകൂ. എനിക്കാണ് നിന്നിൽ നിന്നും ശരിക്കും സ്നാനം കിട്ടേണ്ടത്. നീ എന്നോട് ആവശ്യപ്പെടുന്നു. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നാം ചെയ്യണം. ദൈവത്തിൻ്റെ രാജ്യം കൈവശപ്പെടുത്താൻ മനസ്താപപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കൂ. യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച ഉടനെ സ്വർഗം തുറക്കപ്പെട്ടു.
പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഈശോയുടെ മാമോദീസ വേളയിൽ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സ്വരം. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ ഓരോരുത്തരും മാമോദീസ സ്വീകരിക്കുമ്പോൾ ഇതുപോലൊരു സ്വരം സ്വർഗത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. ദൈവം നമ്മളോട് പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന തിരുവചനം പറയുന്നുണ്ട്. ദൈവം നമ്മളെ പ്രിയപുത്രനും പുത്രനും പുത്രിയുമാക്കുന്നതിലൂടെ ഒരു വലിയ കാര്യം ദൈവം നമുക്ക് തരുന്നുണ്ട്. എന്താണെന്നറിയാവോ? ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള അനുഗ്രഹം നമുക്ക് കിട്ടുന്നു. എപ്പം? മാമോദീസയിലൂടെ. അപ്പം ഈ അനുഗ്രഹത്തിന് നമ്മൾ അർഹരാക്കി തീർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് ഉറപ്പിക്കാം, ദൈവം എൻ്റെ പിതാവും ഞാൻ അവിടുത്തെ പുത്രനാണ്, ഞാൻ അവിടുത്തെ പുത്രിയാണെന്നുള്ള സന്തോഷം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഒപ്പം തന്നെ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഉത്ഭവപാപം എന്താണെന്ന് പഠിക്കാൻ പോവുക. അതായത് ജന്മപാപം എന്താണെന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോവുക. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ജന്മപാപം എന്താണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യ മാതാപിതാക്കളിൽ നിന്നും നമുക്ക് ലഭിച്ചതാണ് ജന്മപാപം, അതായത് ഉത്ഭവപാപം എന്ന് പറയുന്നത്. അപ്പം ആദ്യ മാതാപിതാക്കളുടെ ആ പാവാവസ്ഥയിൽ നിന്നും ഏദൻ തോട്ടത്തിൽ അവരെ പുറത്താക്കുന്ന സംഭവം ഒരു കൊച്ചു വീഡിയോയിലൂടെ നമുക്കിപ്പം കാണാം. ശ്രദ്ധിച്ച് കാണണേ. നമുക്ക് ഈ വൃക്ഷം ഒഴികെ ഏത് വൃക്ഷത്തിന്റെ ഫലം വേണമെങ്കിലും ഭക്ഷിക്കാം. ഇതിന്റെ ഫലം ഭക്ഷിച്ചാൽ നമ്മൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. ഓ അതെയോ? പക്ഷേ ആദം ഇല്ലാതിരുന്ന സമയത്ത് സാത്താൻ ഹവ്വയെ സമീപിച്ച് പ്രലോഭിപ്പിക്കാൻ തീരുമാനിച്ചു. ആ വൃക്ഷം എങ്ങനെയുണ്ട്? അതിന്റെ ഫലം വളരെ സ്വാദിഷ്ടമാണെന്ന് തോന്നുന്നു. ദൈവം പറഞ്ഞിരിക്കുന്നത് ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുകയോ ഒന്ന് തൊടുക പോലും ചെയ്യരുതെന്നാണ്. അതൊഴികെ ഏത് വൃക്ഷത്തിന്റെ ഫലവും കഴിക്കാം. ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നമ്മൾ മരിക്കുമത്രേ. ദൈവം അങ്ങനെ പറഞ്ഞ നിങ്ങൾ മരിക്കില്ല. നിങ്ങൾ ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നിങ്ങളും അവനെ പോലെ ആയിത്തീരുമെന്നും നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നിങ്ങൾ നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുകയും ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. ഹവ്വയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സാത്താൻ അവളെ സാവധാനത്തിൽ പ്രലോഭിപ്പിച്ചു തുടങ്ങി. അവൻ അവളെ വൃക്ഷത്തിലേക്ക് ആകർഷിച്ച് അതിൻ്റെ ഫലം കഴിക്കുവാൻ പ്രലോഭിപ്പിച്ചു. അയ്യോ, ദൈവം അരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളും അവനെ പോലെ ആകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഈ ഫലം ദൈവത്തെ പോലെ നിങ്ങളെയും ശക്തരും പ്രബലരുമാക്കും. അതാണ് ഈ ഫലം ചെയ്യുക. സ്ത്രീയെ, നീ എവിടെയാണ്? ഓ, ആ ഫലം ആദത്തിനും കൊടുത്തു. ആദം ആ ഫലം കഴിച്ചപ്പോൾ അവനും പാപം ചെയ്തു. അവർ ആ ഫലം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. അവർ അവരുടെ ശരീരം ഇലകൾ കൊണ്ട് പൊതിഞ്ഞു. ആദം, നീ എവിടെയാണ്? ഞാൻ ഇവിടെയുണ്ട്. തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഒളിച്ചതാണ്. നീ നഗ്നനാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? അത് പിന്നെ ആ വൃക്ഷത്തിന്റെ ഫലം സ്ത്രീ എനിക്ക് തന്നു. ഞാനത് ഭക്ഷിച്ചു. സ്ത്രീയെ, നീ എന്താണ് ചെയ്തത്? സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാനത് ഭക്ഷിച്ചു. സ്ത്രീ,
സ്ത്രീയെയും പുരുഷനെയും വഞ്ചിച്ചതിന് നിനക്ക് ശാപവും ശിക്ഷയും ലഭിച്ചിരിക്കും. നീ നിന്റെ വയറിൽ ഇഴഞ്ഞു നടന്ന് ജീവിതകാലം മുഴുവൻ പൊടി തിന്നും. മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും താഴ്ന്നവനായിരിക്കും നീ. നീയും മനുഷ്യനും എന്നും ശത്രുക്കളായിരിക്കും. സ്ത്രീയെ, നീ ഈ ചെയ്തതിന് നിനക്ക് കുഞ്ഞുങ്ങളെ നൊന്തു പ്രസവിക്കേണ്ടി വരും. നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദം, ഞാൻ നിന്നിൽ വളരെ നിരാശപ്പെട്ടിരിക്കുന്നു. എൻ്റെ വാക്കുകൾ അനുസരിക്കുന്നതിന് പകരം നീ സ്ത്രീ പറഞ്ഞതാണ് കേട്ടത്. ആ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുതെന്ന് ഞാൻ കൽപ്പിച്ചു, എന്നിട്ടും നീ അത് ഭക്ഷിച്ചു. നിന്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണമുണ്ടാക്കുവാനായി നീ നിന്റെ ആയുഷ്കാലം മുഴുവനും അധ്വാനിക്കേണ്ടി വരും. മുള്ളുകളും കളകളും നിന്റെ വയലുകളിൽ വളരും. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കും. കഠിനാധ്വാനം കൊണ്ട് മാത്രമേ നിന്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണം നിനക്കുണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. ഒടുവിൽ നീ മരിച്ച് നീ വന്ന മണ്ണിലേക്ക് തന്നെ മടങ്ങും. സ്ത്രീയെ, നിന്നെ ഞാൻ ഹൗവയെന്ന് വിളിക്കും. കാരണം നീ എല്ലാ ജനങ്ങളുടെയും അമ്മയായിരിക്കും. മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവർ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിച്ച് അമർത്യരാകാൻ ഇടയാകരുത്. ഞാൻ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കും. നോക്കിയേ, ആദ്യ മാതാപിതാക്കള് പാപം ചെയ്ത് പറുദീസ നഷ്ടമാക്കുന്ന സംഭവം നമ്മളിപ്പോൾ കണ്ടല്ലേ. അപ്പോൾ ആദ്യ മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ വെല്ലുമിച്ച അല്ലേ, മുതുമുത്തച്ഛനും മുത്തശ്ശിയോ അല്ലേ ആദ്യ മാതാപിതാക്കള്. അവരുടെ സന്തതികളാണ് പിന്നെ വന്ന ഓരോ മക്കളും. അപ്പം ഇവർ ദൈവത്തിൻ്റെ വാക്ക് നിരസിച്ച് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്ത് അവർ പറുദീസ നഷ്ടമാക്കി. ഈ നഷ്ടമാക്കൽ നമുക്ക് പിന്നെ കിട്ടിയത് എപ്പോഴാണ്? ഈശോയുടെ ജനന, പീഡാസകന, മരണ, ഉദ്ധാനങ്ങളിലൂടെ ഈശോ നമുക്ക് നേടിത്തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഈ വലിയ അനുഗ്രഹം ഇനി ഈശോയെ സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടും. കാരണം ജീവന്റെ അപ്പമായ ഈശോ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ആത്മീയ ജീവൻ നമുക്ക് വീണ്ടും നമുക്ക് കിട്ടും. അപ്പം നോക്കിയേ, ആദ്യ മാതാപിതാക്കളിലൂടെ നമുക്ക് ലഭിച്ചതും അവരുടെ സന്തതികളായി വരുന്ന നമുക്ക് അവരുടെ മനുഷ്യപ്രകൃതിയിൽ നിന്ന് നമ്മൾ പങ്കുപറ്റിയതുമായ പാപാവസ്ഥയാണ് ഉത്ഭവഭാവം എന്ന് പറയുന്നത്. അതായത് ശ്രദ്ധിച്ചു കേൾക്കണം, ആദ്യ വിശുദ്ധി ദൈവം ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കൾക്ക് കൊടുത്ത ആദ്യ വിശുദ്ധിയും അതിസ്വാഭാവികമായ വരപ്രസാദവും ഇവരുടെ പാപം ചെയ്തതിലൂടെ നഷ്ടപ്പെട്ടു. അത് നമുക്ക് മാമോദീസായിലൂടെ തിരിച്ചു കിട്ടുന്നു. അപ്പം അതിസ്വാഭാവിക വരപ്രസാദം എന്ന് പറയുന്നത് തിന്മയെ തിന്മയായി കണ്ട് കളയുവാനും നന്മയെ സ്വീകരിക്കുവാനുള്ളൊരു പുണ്യം ദൈവമക്കൾക്ക് നൽകുന്നുണ്ട്. ഈ അതിസ്വാഭാവിക വരപ്രസാദം നമുക്ക് നഷ്ടപ്പെട്ടു. ഇതാണ് ഉത്ഭവഭാവം എന്ന് പറയുന്നത്. അവരുടെ സന്തതികളായി ജനിച്ചു വരുന്ന ഓരോ മക്കളും ഈ ഉത്ഭവഭാവത്തിൽ പങ്കുപറ്റാനായിട്ട് ഇടയാകുന്നു. അപ്പോൾ ഉത്ഭവഭാവത്തിൻ്റെ പരിണിത ഫലം എന്താണെന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണേ. ഉത്ഭവഭാവത്തിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ദൈവമക്കൾ ദൈവവുമായുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്വർഗം നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം നന്മയെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടുന്നു. അടുത്തതായിട്ട് ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റാതെ ആഗ്രഹിക്കാത്ത തിന്മ നമ്മൾ ചെയ്തു പോകുന്നു. അപ്പം ഈ ഉത്ഭവഭാവത്തിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇത് മാമോദീസായിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈ ഉത്ഭവപാപത്തിൽ നിന്നും ദൈവം നമ്മളെ മോചിപ്പിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി പ്രത്യേകമായിട്ട് തരുന്നു. ഒപ്പം തന്നെ അടുത്തതാണ് കർമ്മപാപത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്നു. അതായത് നമ്മുടെ പൂർണ്ണമായ അറിവോടെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി നമ്മൾ ചെയ്യുന്ന പാപമാണ് എന്ത്? കർമ്മപാപം. അതായത് നമ്മൾ പ്രായമായി കഴിഞ്ഞ് കൊച്ചു കുഞ്ഞായിരിക്കല്ല, പ്രായമായി കഴിഞ്ഞ് നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ ഈ കർമ്മപാപത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ മാമോദീസ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചെയ്യുന്ന പാപങ്ങളൊക്കെ
അടുത്ത കുദാശകളിലൂടെ ദൈവം നമുക്ക് മോചിപ്പിച്ചു തരും. അപ്പം മാമോദീസായിലൂടെ നോക്കിയേ, ജന്മപാപത്തിൽ നിന്നും ഉത്ഭവ പാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും ഈശോ നമ്മളെ മോചിപ്പിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാക്കി നമ്മളെ മാറ്റുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഓരോ കുദാശയിലൂടെയും ഈശോ നമുക്ക് മോചിപ്പിച്ച് തരിക. ഇനി നമ്മൾ അടുത്ത് ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ കുമ്പസാരം എന്ന കുദാശ സ്വീകരിക്കും. ഈശോയെ നമ്മൾ ദിവ്യകാരുണ്യ അപ്പമായി, ജീവൻ്റെ അപ്പമായി ഈശോയെ സ്വീകരിക്കും. അപ്പോൾ നമ്മുടെ വീണ്ടും എന്തെങ്കിലും കുറവുകളോ പാവങ്ങളോ നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ദൈവം നമുക്ക് മോചനം തന്ന് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് നമുക്ക് മാറ്റിത്തരും. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും മക്കൾ പ്രാർത്ഥിക്കണം, ദൈവമേ നീ എൻ്റെ ദൈവമാകിയാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ഒരു സുഹൃത ജപം മക്കളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. എന്താ സുഹൃത ജപം? ദൈവമേ നീ എൻ്റെ ദൈവമാകിയാൽ ഞാനങ്ങേ സ്നേഹിക്കുന്നു. ഉറക്കെ ഒന്നും കൂടെ പറഞ്ഞേ, സിസ്റ്റർ ഒന്ന് കേൾക്കട്ടെ. ദൈവമേ നീ എൻ്റെ ദൈവമാകിയാൽ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഒപ്പം തന്നെ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാൻ 2 നമസ്കാരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാ? കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന നമുക്ക് പഠിക്കണം. പഠിക്കാനുള്ളത് തിരുസഭയുടെ പ്രധാനപ്പെട്ട 4 ലക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മൾ ആദ്യം കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന പഠിക്കണം. ഒപ്പം നമുക്ക് നമസ്കാരത്തിൽ പഠിക്കാനുള്ളത് തിരുസഭയുടെ ലക്ഷണങ്ങൾ. ഏതൊക്കെയാണ് 4 ലക്ഷണങ്ങൾ എന്നറിയോ? 1, തിരുസഭ ഏകമാകുന്നു, തിരുസഭ വിശുദ്ധമാകുന്നു, തിരുസഭ കാതോലികമാകുന്നു, അതായത് സാർവത്രികമാകുന്നു, തിരുസഭ ശ്ലൈഹികമാകുന്നു, അതായത് അപ്പസ്തോലികമാകുന്നു. ഏകമാകുന്നു എന്ന് പറയുമ്പോൾ തിരുസഭയുടെ ഐക്യം, തിരുസഭയ്ക്ക് ഒരു ഐക്യമുണ്ടല്ലേ, ആ ഐക്യത്തെക്കുറിച്ച്. തിരുസഭ വിശുദ്ധമാകുന്നു എന്ന് പറയുമ്പോൾ ഹോളിനെസ്, തിരുസഭയുടെ പരിശുദ്ധി, തിരുസഭ പരിശുദ്ധമാണ്. അതുപോലെ തന്നെ തിരുസഭ കാതോലികം, സാർവത്രികമാണെന്ന് പറഞ്ഞാൽ അതെല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാറ്റിലും വ്യാപിച്ച് നിൽക്കുന്നതാണ് തിരുസഭ എന്ന് പറയുന്നത്. ശ്ലൈഹികമാണെന്ന് പറയുമ്പോൾ നമുക്കൊരു അപ്പസ്തോലിക പാരമ്പര്യമുണ്ട്, അപ്പസ്തോലന്മാരിൽ നിന്നും നമുക്ക് കിട്ടിയ ഒരു പാരമ്പര്യമുണ്ട്. അപ്പം തിരുസഭ ഏകമാകുന്നു, തിരുസഭ വിശുദ്ധമാകുന്നു, തിരുസഭ കാതോലികമാകുന്നു, തിരുസഭ ശ്ലൈഹികമാകുന്നു. അപ്പം ഈ 2 നമസ്കാരങ്ങൾ മക്കൾ ഈ പാഠത്തിൽ നന്നായി പഠിക്കണം. മിടുക്കരായി പഠിക്കില്ലേ? പഠിക്കണം. ഒപ്പം തന്നെ നമുക്കൊരു വചനം പഠിക്കാനുണ്ട്. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഏത് തിരുവചനാണ്? ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ഉം 20-ഉം തിരുവചനങ്ങൾ. പഠിക്കൂലേ? പഠിക്കണം കേട്ടോ. അടുത്ത ക്ലാസ് വരുമ്പോൾ സിസ്റ്റർ ചോദിക്കും. അപ്പം നല്ല മിടുക്കരായിട്ട് നിങ്ങൾ പഠിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് 2 വർക്കുകൾ ചെയ്യാനുണ്ട്. ഒന്ന് നമ്മൾ പൂരിപ്പിച്ച് എഴുതാനുള്ളൊരു ഭാഗം, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വിവരങ്ങൾ ശേഖരിക്കാം. ഞാൻ ആരാണ്? അപ്പം നമുക്ക് മാമോദീസ സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പേര് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി നമ്മൾ മാറുമ്പം നമുക്കൊരു പ്രത്യേക പേരും കൂടെ കിട്ടും അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധിയോടെ പേര്, ചെറിയ ക്ലാസ്സുകളിൽ നമ്മളത് നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ മാമോദീസ പേര് നിങ്ങൾക്ക് അറിയാവോ? അറിയാമല്ലേ? എല്ലാവരും കൈപൊക്കുന്നുണ്ട്. സിസ്റ്ററിൻ്റെ മാമോദീസ പേര് കൊച്ചുത്രേസ്യാണ്. അപ്പോൾ കൊച്ചുത്രേസ്യ എന്നാണ് സിസ്റ്ററിൻ്റെ മാമോദീസയ്ക്ക് ഇട്ട പേര്. ഇപ്പോൾ നമുക്ക് കിച്ചു, അപ്പു, ഉണ്ണി എന്നൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പള്ളിയിൽ നല്ലൊരു പേര് നമുക്കുണ്ട് അല്ലേ? മേരി, അന്ന, ജോസഫ് എന്നൊക്കെ ഓരോ വിശുദ്ധരുടെ പേര് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു വിവരം ശേഖരിക്കാനുള്ളൊരു പട്ടിക എഴുതാനുണ്ട്. അപ്പോൾ ഇത് 2 നിങ്ങൾ എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് നിങ്ങൾ അയച്ചു കൊടുക്കണം. റെഡിയല്ലേ? ആരും റെഡി? റെഡിയാണല്ലേ? അപ്പം നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലോർത്തേ. എന്താ മാമോദീസ? ഒപ്പം തന്നെ നമ്മൾ പഠിച്ച് നമുക്ക് സ്വർഗത്തിലൊരു ഭവനമുണ്ട്, സ്വർഗമാണ് നമ്മുടെ ഭവനം. ആ ഭവനത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചേരണം അല്ലേ? ഒപ്പം തന്നെ മാമോദീസ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ഉത്ഭവഭാവം പഠിച്ചു, കർമ്മഭാവം പഠിച്ചു അല്ലേ? പിന്നെ നമുക്ക് മനഃപ്പാഠമാക്കാൻ 2 കാര്യങ്ങൾ സിസ്റ്റർ പറഞ്ഞെന്ന് ഏതൊക്കെയാ? കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന നമ്മൾ പഠിക്കണം. ഒപ്പം തന്നെ തിരുസഭയുടെ ലക്ഷണങ്ങൾ നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ പഠിച്ച സുഹൃതജപം ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ദൈവമേ അങ്ങൻ്റെ ദൈവമാകിയാൽ ഞാനങ്ങേ സ്നേഹിക്കുന്നു. അപ്പം നന്നായി പഠിച്ച് യേശോയെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കാനായിട്ട് മക്കളെല്ലാവരും ഒരുങ്ങണം. റെഡിയല്ലേ? റെഡിയാല്ലേ? അപ്പം നമുക്കിന്ന് ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് പ്രാർത്ഥന ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ സിസ്റ്റർ ഒരു ഈരടി നിങ്ങൾക്ക് പാടിത്തരാം. അത് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂട്ടിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. സിസ്റ്റർ പാടിത്തരാം. ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എന്നിൽ നിറയണമേ. പാടാം. ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എന്നിൽ നിറയണമേ. കണ്ണുകൾ തുറക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക്
സ്തുതിയായിരിക്കട്ടെ. വാവാ പൈതലാം ഈശോയേ